श्री श्री निताय गौरसुंदर महाप्रभु की, प्रभुपाद की। हरे कृष्ण. इന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 3 ആണ് നമുക്ക് പ്രഭാഷണം നൽകുന്നത്. സത്യപ്രഭുവാണ്. മഹാപ്രഭുവിന്റെ എല്ലാവരും 3 പ്രാവശ്യം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. Radha Madhava Kunj Bihari Kunj Bihari
ജ്ഞാനവിജ്ഞാനയോഗം 3 ശ്ലോകം 3 7.3 मनुष्याणां सहस्रेषु कश्चिद् सिद्धये यददात्मभिः सिद्धानां कञ्चिन्मां वेति तत्त्वतः मनुष्याणां सहस्रेषु कश्चित् यदि सिद्धये यददामपि सिद्धानां कञ्चिन्मां वेति तत्त्वतः मनुष्याणां सहस्रेषु कश्चित् यदि सिद्धये यददामपि सिद्धानां कश्चिन्मां वेति तत्त्वतः
മനുഷ്യ मनुष्याणां सहस्रेषु कश्चित् यदति सिद्धये यददामपि सिद्धानां कश्चिन् मां वेत्ति तत्त्वदा मनुष्याणां सहस्रेषु ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിൽ ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഭാവാർത്ഥം ജയശീല പ്രഭുപാദം. മനുഷ്യർ പല വിധത്തിലുള്ളവരാണ്. അനേകായിരങ്ങളിൽ ഒരുവന് മാത്രമേ പരമസത്യം എന്ത്, ശരീരം എന്നാൽ എന്ത്, ആത്മാവെന്ത് എന്നെല്ലാം അറിയാൻ യത്നിക്കത്തക്കവണ്ണം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ താല്പര്യമുണ്ടാകാറുള്ളൂ. പൊതുവെ മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി തുടങ്ങിയ ജന്തുസഹജങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് തന്നെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകമുള്ളവർ എത്രയോ ദുർലഭം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഉപദേശിച്ചിട്ടുള്ള അത് ആർക്കു വേണ്ടിയാണെന്ന് ഇനി പറയുന്നു. ആത്മസാക്ഷാത്കാരം, പരമാത്മസാക്ഷാത്കാരം, ജ്ഞാനയോഗം എന്നിവയിലൂടെയുള്ള സാക്ഷാത്കാരം, ആത്മാവും പദാർത്ഥവും തമ്മിൽ വേർതിരിച്ചറിയൽ എന്നിങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണത്. എന്നാൽ കൃഷ്ണാബോധമുള്ളവർക്ക് കൃഷ്ണനെ അറിയാൻ കഴിയും. മറ്റുള്ള അതീന്ദ്രിയ ജ്ഞാനികൾക്ക് അവ്യക്തിഗത സാക്ഷാത്കാരം ഉണ്ടാവാം. കൃഷ്ണനെ അറിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതെത്രയാണ്. പരമപുരുഷനാണ് കൃഷ്ണൻ. അതേസമയം പരമാത്മ വിജ്ഞാനങ്ങൾക്ക് അതീതവുമാണ്. കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള യത്നത്തിൽ യോഗികളും ജ്ഞാനികളും ആശയക്കുഴപ്പത്തിലാണ്. അദ്വൈതവാദികളിൽ ശ്രേഷ്ഠനായ ശ്രീപാദ ശങ്കരാചാര്യർ പോലും തൻ്റെ ഗീതാഭാഷ്യത്തിൽ കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാൻ എന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവ്യക്തിഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർക്കും കൃഷ്ണൻ സുഗ്രാഹ്യനല്ലെന്നതാണ് അതിന് കാരണം. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ഭക്തിവേദാന്തസ്വാമി. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി വിചാരणे निर्विशेष शुद्धवादी पाश्चात्य देशकारण. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे कृष्ण. എല്ലാവർക്കും മറ്റൊരു സത്സംഗത്തിലേക്ക് സുസ്വാഗതം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗിരിരാജ് പ്രഭു എനിക്കൊരു അവസരം തരുന്നത് നിങ്ങളോട് സംസാരിക്കാൻ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് മതി. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഇന്നത്തെ തുടങ്ങാണ്. ഹരേ കൃഷ്ണ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് ജയതി സിദ്ധയേ യദാമപി സിദ്ധാനാം കശ്ചിൻ മാം വേദി തത്വത. ഈ ശ്ലോകം കേൾക്കാത്തവരാരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും തന്നെ ഇത് കേട്ടിട്ടുള്ളവരാണ്. ആദ്യമായിട്ടിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? തിരക്കിയോ? ആരോടെങ്കിലും ചോദിച്ചായിരുന്നോ? ചോദിച്ചു വന്നു അല്ലേ? ഹരേ കൃഷ്ണ.
ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സൗണ്ട് കേൾക്കുന്നില്ല? അപ്പോൾ ഈ ശ്ലോകം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെയൊക്കെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു ശ്ലോകം കൂടെയാണിത്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്നത് കൊണ്ടാണ്, അല്ലേ? ഇത് വേറെ ആരും പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്തുണ്ടെങ്കിലും ആകപ്പാടെ ഇത്രയും പേരെ ഭഗവത്ഗീത കേൾക്കാനായിട്ട് ഇവിടെ ഉള്ളൂ. കാരണം ഇതാണ് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് ജയതി സിദ്ധയേ, അല്ലേ? വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. സോ യു പീപ്പിൾ ആർ സോ ലക്കി, അല്ലേ? അത്രയും ഭാഗ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും പുണ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കിതിലൂടെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വരാൻ പറ്റിയത്. സോ യു ഷുഡ് ബി പ്രൗഡ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാമല്ലേ? നാം ഭഗവാന്റെ സത്യങ്ങൾ യഥാർത്ഥമായത് പഠിക്കണം. നമ്മൾ ആരോട് ചോദിച്ചാലും അവർ പറയും, എനിക്ക് കൃഷ്ണനെ അറിയാം, വാസുദേവരുടെയും ദേവകയുടെയും പുത്രൻ, മധുരയിൽ ജനിച്ചു, ഗോപന്മാരുടെയും ഗോപികമാരുടെയും കളിച്ചു വളരുന്ന കുരുക്ഷേത്ര കളത്തിൽ വെച്ച് അർജുനന് ഗീത ഉപദേശിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അറിവ്, അല്ലേ? അപ്പോൾ ഗിരിരാജ് പ്രഭു തന്നെ, അല്ലെങ്കിൽ നമ്മളെ ഇതിൽ കൂടിയിരിക്കുന്ന ഭാരവാഹികളെല്ലാവരും ഈ സത്സംഗത്തിലേക്ക് വരണമെന്ന് പലരോടും പറയുമ്പോൾ ഈ പുറകെ ഇരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നു. എനിക്കാണ് കുഴപ്പമില്ല, അല്ലേ? നമ്മളിങ്ങനെ ഈ സത്സംഗത്തിലേക്ക്, നല്ലൊരു സത്സംഗമുണ്ട്, നമുക്ക് ഭാഗവതികയുടെ ക്ലാസ് ഉണ്ട്, ഭാഗവത ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ എത്ര പേരോട് പറയുമ്പോഴാണ് ഒരാൾ വരിക? തീർച്ചയായിട്ടും. കാരണം എന്താണ്? അവരെല്ലാവരും ചോദിക്കുമ്പോൾ പറയും ഭഗവത്ഗീത. അതൊക്കെ ഞാനിവിടെ കാണാതെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എത്ര കാലം കൊണ്ട് വായിക്കണം എന്നറിയോ? ഞാനൊരു 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ ഭഗവത്ഗീത മുഴുവൻ, അല്ലേ? ഭഗവാനെ കുറിച്ച് നമുക്ക് എനിക്ക് എല്ലാം അറിയാം. ഞാനിങ്ങനെ ഒരു കഥയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് എന്ത് പഠിപ്പിക്കാൻ എന്നാണ് അവർ ചോദ്യം, അല്ലേ? വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാമോ? പക്ഷെ അവർക്കൊക്കെ അറിയുന്ന കാര്യം എന്താണ്? ഭഗവാൻ രാസലീലയാടി, അല്ലേ? ഭഗവാൻ ഗോപികമാരുടെ ഡ്രസ്സുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, അല്ലേ? പിന്നെ കുരുക്ഷേത്രത്തിൽ മര്യാദയ്ക്കുന്ന കുറച്ച് ആൾക്കാരെ യുദ്ധം ചെയ്യിപ്പിച്ചു, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനൊന്നും അവർക്ക് കഴിയത്തില്ല. അവർ ആ വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നിങ്ങനെ അല്ലേ പാറി പറന്ന് കളിക്കുന്നേ ഉള്ളൂ. എന്നിട്ടാണ് അവർ പറയുന്നത്, ഞാൻ ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ഏതിൽ? ഭഗവത്ഗീത. എവിടെ? അത്രയേ ഉള്ള അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ അവരുടെ അറിവ്. അതുപോലെ സമഗ്രമായി അറിയണം. അപ്പോൾ മാത്രമേ കൃഷ്ണനോടുള്ള ഭക്തി അല്ലെങ്കിൽ പ്രേമം നമുക്ക് വളരുകയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ മിക്കവാറും എല്ലാവരും കല്യാണം കഴിച്ചവരാണ്, അല്ലേ? കല്യാണം കഴിക്കാത്തവർ എത്ര ഉണ്ട്? ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. അത് പറഞ്ഞപ്പോൾ എന്ത് ചിരി നോക്കൂ, അല്ലേ? ഇതെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന പോലെയാണ്. തുറന്നു തരിക കേട്ടാ. എല്ലാ ദിവസവും വന്നാൽ മതി. അതെ. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന, ഞാനൊരു ഉദാഹരണം ചോദിക്കാൻ വേണ്ടിയാണ് മാറിക്കണം. ഉദാഹരണം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മുടെ കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോൾ, ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ, ലവ് അഫെയർ ആണെങ്കിൽ ഇപ്പോൾ അത് വീട്ടുകാർ, അല്ലേ? അവർ കുറേ നടന്നവരായിരിക്കും. നമ്മളിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഒരു പയ്യനെ അറിയുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നു, അല്ലേ? ഏതെങ്കിലും വഴിയിൽ നമ്മൾ അറിയുന്നു. അപ്പോൾ പിന്നെ അന്നൊട്ടുള്ള നമ്മുടെ താല്പര്യം എന്തോ ആയിരിക്കും, അല്ലേ? അവരെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം, അല്ലേ? എന്തൊക്കെയോ കൂടുതൽ അറിയാനുണ്ട്. നമ്മൾ എത്ര അന്നത്തെ മൊബൈൽ ഉണ്ടാവില്ല, അല്ലേ? മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അത് താഴെ വയ്ക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലേ? ഇങ്ങനെ ചോദിച്ചിരിക്കും. ഒരു മെസ്സേജ് വന്നു, ഒരു മെസ്സേജ് വന്നാൽ അങ്ങോട്ട് മറുപടി ചെയ്യുന്നത് അടുത്ത മറുപടി, അടുത്ത മറുപടി, വീണ്ടും നോക്കുമ്പോൾ അതേ ആള് തന്നെ, അല്ലേ? ഇങ്ങനെ ചോദിച്ചിരിക്കും. കാര്യം എന്താണ്? നമുക്കത് കൂടുതൽ അറിയാനുള്ള വ്യഗ്രതയാണ്. കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം തോന്നുക, അല്ലേ? വാസ്തവല്ലേ? സ്നേഹിച്ചവർക്കൊക്കെ അറിയാം. കണ്ടോ? അയ്യോ, പൊട്ടിത്തലയെ കുറിച്ച് ഇപ്പോൾ പറയല്ലേ? ഞാൻ വേറൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാങ്ങി അപ്പുറത്തോട് വരല്ലേ? അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എതിർ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരാളിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് അവരെ പ്രേമിക്കാൻ തോന്നുന്നു, അവരോട് സ്നേഹം തോന്നുന്നു, അല്ലേ? ഒന്നും അറിഞ്ഞിടാത്ത ഒരു സ്ട്രേഞ്ചറെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
അതുപോലെയാണ് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച്, അല്ലേ? അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. കേൾക്കുന്നതൊന്നും പോരാ, അല്ലേ? അതിനെക്കാളും കൂടുതൽ അറിയണമെന്നുള്ളൊരു വ്യഗ്രത നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ അറിയാൻ ശ്രമിക്കണം. എവിടെ നോക്കിയാലും ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു കൊറിയായിരിക്കും. എന്താണ് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്, എനിക്കിനി എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള താല്പര്യമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. കാര്യം എന്താണ്? എല്ലാ ക്ലാസ്സിലും എല്ലാ പ്രാവശ്യവും നമ്മൾ കേൾക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൂടുതൽ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നുണ്ടാവും. അറിയുന്തോറുമാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരയിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ കാഴ്ച കണ്ട് നിൽക്കത്തേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത്, ഞാൻ കഴിഞ്ഞ 10 കൊല്ലം ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ രുചി കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? കരയിൽ നിൽക്കുന്നല്ലേ ഉള്ളൂ, അല്ലേ? ഇങ്ങനെ വായിലേക്ക് കൊണ്ടുവന്നാൽ കിട്ടുമോ? കിട്ടത്തില്ല. നമ്മൾ അതിലോട്ട് ഇറങ്ങി അങ്ങോട്ട് മുങ്ങി തപ്പണം. മുങ്ങി തപ്പിക്കഴിഞ്ഞാലേ അതിൻ്റെ രസം നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീണ്ടും ജപിക്കണം. 16 റൗണ്ട് ജപിച്ചു പോരാ, ഇനിയും ജപിക്കണമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഭഗവാനോടുള്ള പ്രേമം, സ്നേഹം വേണം. ആ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം, അല്ലേ? ഭഗവാനെക്കുറിച്ച് മുഴുവൻ അറിയുന്ന ആരെങ്കിലും ഇടണം. നമുക്ക് തോന്നും എനിക്കെല്ലാം അറിയാം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആൾക്കാർ. പക്ഷേ അതൊന്നും തന്നെ അല്ല, അതെല്ലാം വെറും ബേസിക്സ് ആണ്, അല്ലേ? നമ്മുടെ ബ്രഹ്മദേവൻ എന്താ പറഞ്ഞത്? ഈ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞു നടക്കുന്നത്? ഭഗവാനെ കുറിച്ച് അവർക്ക് എല്ലാം അറിയാമെന്നാണ് പറയുന്നത്, അല്ലേ? ഞാൻ നോക്കുന്നത്, ആദ്യമായിട്ട് താഴോട്ട് നോക്കിയാൽ എനിക്ക് കാണുന്നത് ഭഗവാനാണ്, അല്ലേ? എനിക്ക് അതിൻ്റെ ഒരു 4 പോലും എനിക്ക് അറിയത്തില്ല എന്നാണ് ആര് പറയുന്നത്? ബ്രഹ്മദേവൻ പറയും. പിന്നെ നമുക്കൊക്കെ എന്ത് അഹങ്കാരമാണ് വേണ്ടത്, അല്ലേ? നമുക്കൊക്കെ എന്ത് അഹങ്കാരിക്കാനുള്ള എന്തൊരു യോഗ്യത ഉള്ളത്? നമുക്കൊന്നും അറിയില്ല എന്നാണ്, അല്ലേ? ഭഗവാനെ കുറിച്ചിട്ട് ഒരു 10,000-ൽ അല്ലെങ്കിൽ 1 കോടിയിൽ 1% പോലും നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് എംപ്റ്റി ആണെന്ന് അറിയണം, അല്ലേ? എനിക്കിതെല്ലാം അറിയാം. പക്ഷേ നിങ്ങളൊരു ഗ്ലാസ് എടുക്കണം, ആ ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളമാണെങ്കിൽ വീണ്ടും അതിൽ ഒഴിക്കാൻ പറ്റുമോ? അല്ലേ? എൻ്റെ ഗ്ലാസ് നിറഞ്ഞ വെള്ളം ഒഴിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരിന്നെ എത്രയൊക്കെ വിചാരിച്ചാലും അതിലോട്ട് കൂടുതൽ ഒഴിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് തിങ്ക് ദാറ്റ് കുടിച്ചോളൂ. വി ഷുഡ് തിങ്ക് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്ലാസ്സിൽ, എൻ്റെ ഗ്ലാസ്സിൽ എംപ്റ്റിയാണ്, എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എന്ന് വേണം വിചാരിക്കും, അല്ലേ? എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ അകത്തോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അല്ലേ? ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുന്നു. ഉള്ളിൽ ചെന്നിട്ട് എവിടെ ചെല്ലണം? അത് ഈ കാതിലൂടെ കയറി നമ്മുടെ ഹൃദയത്തിൽ എത്തിയാലേ ഇത് ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് ഓട്ടുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ പറക്കാൻ വിടരുത്. എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു എൻഡവർ, നമ്മൾ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ശ്രമം വേണം ഇതെവിടെ ഉള്ളിലേക്ക് എത്താനായിട്ട്, അല്ലേ? അത് ആവായിട്ട് അകത്തോട്ട് എടുക്കണം, അല്ലേ? അതിൻ്റെ സത്ത് മുഴുവൻ ഊറ്റി കുടിക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു, ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്വക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സൗസുവർജന. അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കത്തില്ല. കണ്ടോ? അപ്പോൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് 1 വേ ടിക്കറ്റ് എടുത്ത് എങ്ങോട്ട് പോവാം? എവിടെ പോവാം? 1 വേ ടിക്കറ്റ് എടുത്ത് എവിടെ പോവാം? ഗോലോക വൃന്ദാവനം. മണന്നില്ല പോകാം. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവാം, അല്ലേ? അവിടെ പോയാൽ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ, മനസ്സിലാക്കിയവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അപ്പോൾ അവർ തിരിച്ചു വരേണ്ടി വരുന്നില്ല എന്നർത്ഥം, അല്ലേ? അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിലെത്തും. ഇതാരാ പറയുന്നത്? അപ്പൊ പിന്നെ നമുക്ക് അതിൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ വേണോ? അല്ലേ? തീർച്ചയായിട്ടും ഇത് സത്യമാണ്. ഭഗവത്ഗീത ഒരു തിയറി അല്ല, അല്ലേ? നമ്മൾ പലരും വിചാരിക്കുന്ന തിയറിയാണ്. അത് വിജ്ഞാനമാണ്, ജീവിതത്തിൽ പ്രായോഗികമാണ്, സവിജ്ഞാനം, അല്ലേ? നമുക്കറിയേണ്ട ജ്ഞാനമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭയഭക്തി ബഹുമാനത്തോടെ വേണം നാം ആ ജ്ഞാനം സ്വീകരിക്കാനായിട്ട്, അല്ലേ? ഭഗവത്ഗീത ഒരു ശ്ലോകമുള്ള ഏതാണ്? ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ എങ്ങനെ വേണം കേൾക്കാനായിട്ട്? തദ്വിധി പ്രതിപാദേന പരിപ്രശ്നേന സേവയ. വെരി ഗുഡ്. അത് അങ്ങനെ വേണം, അല്ലെ? അങ്ങനെ ആയിരിക്കണം. എനിക്കിതൊക്കെ മനസ്സിലാക്കുമെന്ന അഹങ്കാരം വെടിഞ്ഞു വേണം ഇത് ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കാൻ, അല്ലേ? ചിലര് ഈ വലിയ ആചാര്യന്മാരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ശരിയാ
അല്ലേ? എനിക്കെല്ലാം അറിയാം, ഇയാൾക്ക് അറിയാമെന്ന് നോക്കട്ടെ അല്ലേ? ഇയാൾ പറയാനൊക്കെ ശരിയാണോ നോക്കി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടെങ്കിൽ ശരിയല്ല ശരിയല്ലാണ്. എന്തോ അഹങ്കാരമാണത് അല്ലേ? നമ്മളൊരു ആചാര്യൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ ഇരിക്കാൻ? എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും പറഞ്ഞു തന്നാൽ ഞാനത് കേട്ടോളാം അല്ലേ? ഞാൻ അങ്ങനെയെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം, അത്രയും എളിമത്തോടു കൂടി വേണം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും. നമുക്കൊക്കെ കുറച്ചൊക്കെ അഹങ്കാരമുണ്ട്, അത് ജന്മനാ കിട്ടിയ നല്ല സ്വഭാവമാണ് അല്ലേ? അത് കഴുകിക്കളയാൻ ഇച്ചിരി പ്രയാസമാണ്. അതെങ്ങനെ കഴുകിക്കളയാൻ പറ്റും? ഭക്തിയുണ്ട്, ഭക്തി സേവനമുണ്ട് അല്ലേ? ഭക്തിയുടെ സേവനം കൊണ്ട് നമുക്ക് മാറ്റി കളയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചെയ്യാം, നാമജപം അല്ലേ? നാമജപം കൊണ്ട് തീരാത്ത ഒരൊറ്റ പ്രശ്നങ്ങളുമില്ല നമ്മുടെ ജീവിതത്തിൽ. ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ പോലും നമുക്ക് നാമജപം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. നാമസങ്കീർത്തനം, യെസ്, സർവപാപ അല്ലേ? അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നാമസങ്കീർത്തനം ചെയ്യൂ അല്ലേ? പിന്നെ എന്ത് വേണം? സാധുസംഘം, സത്സംഗം അല്ലേ? നമ്മൾ ഈ സത്സംഗത്തിൽ വന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും അറിയാനും പറ്റത്തില്ല. പിന്നെയോ 16 റൗണ്ട് ജപിക്കുന്നവര് 15 റൗണ്ട് ജപിക്കുന്നവര് 14. ഇനിയിപ്പോൾ ഒരു റൗണ്ട് ജപിച്ചില്ലെങ്കിൽ വല്ലും മലയൊന്നും ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ലല്ലോ എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരും അല്ലേ? സാധുസംഘം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നു, നമ്മൾ പോലും അറിയത്തില്ല. കുറേ കാലം കഴിയുമ്പോൾ ഒരു കൂരിരുട്ട് മുറിക്കകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കുഴിക്കകത്ത് വീണ് കിടക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്താണ് ചെയ്തിരുന്നത്, ഇപ്പം ഞാൻ എവിടെയാണെന്ന് അപ്പോൾ തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുഴി കിടക്കുമ്പോഴും നമ്മൾ അറിയില്ല, നമ്മൾ മനസ്സിലാക്കില്ല അല്ലേ? ഏതെങ്കിലും ഒരു സാധു വരണം അതിൽ നിന്ന് ആ കുഴി നമ്മളെ രക്ഷിക്കാനുണ്ട്. അപ്പോഴേ നമ്മൾ എന്ത് പറയും? പരമാട്ടെ വരൂല അല്ലേ? എനിക്കിവിടെ ഭയങ്കര സുഖമാണെന്ന് പറയും അല്ലേ? അതാണ് നമ്മുടെ സ്വഭാവം. അത് നമ്മുടെ ഉള്ളിലുണ്ട്. ആ രാക്ഷസൻ, ആ അസുരനെ വെള്ളിലോട്ട് എടുക്കരുത്. അതിനെ ഇങ്ങനെ ചവിട്ടി അടിച്ച് അമർത്തിയിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും നിൽക്കാനായിട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഒരു കുഞ്ഞ് വയറ് വിശന്ന് അല്ലേ, അത് കീറി വിളിക്കുന്നത് പോലെ വേണം നമ്മൾ ജപിക്കാനായിട്ട്. എങ്കിലേ ഭഗവാൻ കേൾക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഭഗവാൻ പാഞ്ചാലിയോട് ചെയ്തതുപോലെ ആയിപ്പോൾ അല്ലേ? അവൾ മറ്റേ കൈ കൂടെ വിടട്ടെ എന്നിട്ട് ഞാൻ പോകാമെന്ന് പറയും അല്ലേ? നമ്മൾ കീറി വിളിക്കണം, അത്രയ്ക്കും അത്ര രൂക്ഷമായിട്ട് വേണം വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഹൃദയം തട്ടിയിട്ട് വേണം നമ്മൾ വിളിക്കാൻ. ഹരേ കൃഷ്ണ എന്ന് വേണം വിളിക്കാനായിട്ട് അല്ലേ? അല്ലാതെ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിച്ചിങ്ങനെ കണ്ണുതിരുന്ന് വരേണ്ട ആവശ്യമില്ല. ചിലരിങ്ങനെ കരയണമെന്ന് പറയുമ്പോൾ ഉള്ളിയിട്ട് അതിൽ വെച്ച് രഹസ്യമായിട്ട് വെച്ചേക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കരയുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നും കരയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണത്. ആ ഉള്ളിൽ നിന്ന് വരുന്നതിലും ഒരു ഉള്ളിയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഭഗവത്ഗീത ഒരു തിയറി അല്ല, അത് വിജ്ഞാനമാണ്, ജീവിതത്തിൽ പ്രായോഗികമാണ്. സവിജ്ഞാനം, ഭയഭക്തി ബഹുമാനത്തോടെ വേണം നാം ആ ജ്ഞാനം സ്വീകരിക്കാൻ. അപ്പോൾ എനിക്കിതൊക്കെ മനസ്സിലാകുമെന്ന അഹങ്കാരം വെടിഞ്ഞു വേണം ഇത് ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കാൻ. ഇനി ആരിൽ നിന്നാണ് ഇത് കേൾക്കേണ്ടത്? പത്മപുരാണം പറയുന്നു അല്ലേ? അവൈഷ്ണവ മുഖോ ജീർണം ഭൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർഗോഷ്ടിഷ്ടം പയോയഥ. വെരി ഗുഡ്, കറക്റ്റാണ് അല്ലേ? ആരാണ്? അപ്പോൾ എന്താണ് അവൈഷ്ണവ മുഖോദ്ഗീതം? അവൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ വിചാരിച്ച പ്രഭുവിന് കാര്യം അറിയാം എന്ന് പറയാൻ പോകണം. ഞങ്ങൾ ഒരിക്കലും പ്രഭുവിനെ അവൈഷ്ണവനായിട്ട് കണക്കാക്കില്ല. യു ആർ എ വെരി ഗുഡ് വൈഷ്ണവൻ അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രീക്ഷേത്ര പ്രഭുവിനെ പോലെ അല്ലാത്തവരെയാണ് നമ്മൾ എന്താ പറയുക? അവൈഷ്ണവൻ അല്ലേ? അപ്പോൾ വൈഷ്ണവൻ്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ ശ്രീക്ഷേത്ര പ്രഭുവിൻ്റെ മുഖത്തോട്ട് നോക്കിയാണ്, അല്ലെങ്കിൽ യു ക്യാൻ ഫോളോ ഹിം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതെ പ്രഭുവിനെ ജഗന്നാഥ് പ്രഭു അല്ല, ജഗന്നാഥ് പുരിയിൽ നിന്ന് വെളിയിലാക്കി. ഏതോ സായിപ്പാണെന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ അവൈഷ്ണവ മുഖോദ്ഗീർണം, അവരുടെ മുഖത്ത് നിന്ന് കേൾക്കാൻ പാടില്ല. ഭൂതം ഹരികഥാ കഥാമൃതം
ഹരികഥ എന്ന് പറയുന്നത് അമൃതമാണെങ്കിൽ പോലും അങ്ങനെ ഒരു ആൾക്കാരിൽ നിന്ന് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ശ്രവണം നൈവ കർത്തവ്യം സർപ്പോച്ഛിഷ്ടം പയോഹിത. അതൊക്കെ സർപ്പം കുടിച്ച ഉച്ഛിഷ്ടം അല്ലെങ്കിൽ പാലിന് പോലെയാണ്, അല്ലെങ്കിൽ സർപ്പം ദംശിച്ച ഏതെങ്കിലും ഒരു വസ്തുവിനെ പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആരാണ് ഈ അവൈഷ്ണവം അല്ലേ? അതായത് വൈഷ്ണവനല്ലാത്തവരാണ് അവൈഷ്ണവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈഷ്ണവരാരാണ്? ആരാണ് ഈ വൈഷ്ണവർ? അവരുടെ വൈഷ്ണവൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ എന്താണ്? ഭഗവാന്റെ ഭക്തൻ. ആക്ടിങ് ഭക്തനാണോ? അതിന് കുറച്ചുകൂടെ കൂടുതൽ നമുക്കറിയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഭക്തന്മാരാണ് അല്ലേ, ഭയങ്കര ഭക്തന്മാരാണ്. പക്ഷെ അവരെല്ലാവരും ഭക്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏതോ വഴി കൂടെ പോകുന്ന ഭക്തരാണ്. യെസ്, വിഷ്ണുവിനെ ആരാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ ഒരു മാലയെങ്കിലും ജപിക്കുന്നവരെ നമുക്ക് വൈഷ്ണവരെന്ന് കണക്കാക്കാം അല്ലേ. ഒരു മാല, ഒരു ദിവസം ഒരു മാലയാണ് ജപിക്കുന്നതെങ്കിലും അവരെ എന്ത് പറയാം? വൈഷ്ണവരെന്ന് കണക്കാക്കാം. അതൊക്കെ പിന്നീട്, അതൊക്കെ അഡ്വാൻസ്ഡാണ്. പറഞ്ഞ് ബേസിക് ആയിട്ട് ഒരു മാല അവരെന്തോ ആയിക്കോട്ട് പോട്ടെ, എത്ര വൃത്തിയിട്ടവരായിക്കോട്ട് പോട്ടെ, പക്ഷെ അവർ ഒരു മാലയെങ്കിലും ജപിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് പറയാം? നമുക്ക് വൈഷ്ണവരെന്ന് കണക്കാക്കാം അല്ലേ. അത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ സ്റ്റേപ്പാണ് മാനേജ് പറയുന്നത് എന്താണ്? 4 യമ നിയമങ്ങളൊക്കെ പാലിക്കണം അല്ലേ, സത്സംഗത്തിൽ വരണം അല്ലേ, 16 ജപിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് അവൈഷ്ണവ. ആരാണ് ഈ അവൈഷ്ണവ? വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, മായാവാദി ഭാഷ്യസുനിലേ ഹൈ സർവനാശ. നമുക്ക് മനസ്സിലായി അല്ലേ? നാം എപ്പോഴും അല്ലേ നമ്മള് മായാവാദിയുടെ വാദി പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞ് ഭഗവാൻ എന്താ പറഞ്ഞ്? ഹൈ സർവനാശ, സർവം നശിച്ചു എന്നാണ് അല്ലേ. മായാവാദികൾ പറയുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ല. പിന്നെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മായാവാദികൾ വാദം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഒരു മായാവാദികളാണ്. അത്ര മധുരമായിട്ട് അവർ പറഞ്ഞത് അല്ലേ, നമ്മളെ പറഞ്ഞിങ്ങനെ കുഴിക്കാത്ത ഇറക്കി വയ്ക്കും. വേറെ ആരെങ്കിലും പറഞ്ഞു തരണം ഇയാള് മായാവാദിയാണ്, എങ്കിലേ നമുക്ക് മനസ്സിലാവും ഇതല്ല കേട്ടോ അല്ലേ, എങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, മായാവാദി ഭാഷ്യസുനിലേ ഹൈ സർവനാശ. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല സർവനാശം. ആരാ പറഞ്ഞേ? ചൈതന്യ മഹാപ്രഭുവാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭയങ്കര അപകടമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒത്തിരി ആൾക്കാരാണ് അല്ലേ അത് പ്രചരിപ്പിക്കുക അല്ലേ പ്രഭു. നാം എപ്പോഴും ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും അല്ലേ, പക്ഷെ നമുക്ക് ഭഗവാൻ എത്രമാത്രം ഗ്രേറ്റ് ആണെന്ന് അറിയില്ല. അറിയുന്നതാണ് തത്വത അല്ലേ. നമ്മളിവിടെ വന്നിട്ട് പല കാര്യങ്ങളും പലരും പറയുമ്പോൾ, ഇന്ന് തന്നെ അമ്പലത്തിൽ 2 പേര് 2 അനുഭവം പറഞ്ഞായിരുന്നു. അവർ അവസാനം പറയുന്നത് ഭഗവാൻ ഈസ് വെരി ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും അല്ലേ. പക്ഷെ നമുക്ക് എന്തുമാത്രം ഗ്രേറ്റ് ആണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് അളക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഗ്രേറ്റ് ആണ് ഭഗവാൻ. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് കാര്യങ്ങളെല്ലാം ഭഗവാന് അറിയുന്നുണ്ട്. അതറിയുന്നതാണ് തത്വത. അപ്പോൾ അങ്ങനെ അറിയുന്ന ആളാണ് തത്വം പഠിച്ചാൽ. അവജാനതിമാം മൂഢ മാനുഷ്യം തരുമാശ്രിതം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നാം ബുദ്ധി കുറഞ്ഞവരും മൂഢന്മാരുമാണെന്ന് അല്ലെ. മനുഷ്യാണാം സഹശ്രേഷു. അതാണ് ഇതിലും ഇന്നത്തെ ശ്ലോകത്തിലും പറയുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഹരികൃഷ്ണൻ അല്ലേ. അപ്പോൾ ആയിരക്കണക്കിന്, വെരി ഗുഡ്, ഇതൊരു നല്ല സുദിനമാണ്. ഹരികൃഷ്ണ സ്വാഗതം. ഈ പ്രഭുവിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ഈ പ്രഭുവിൻ്റെ മാതാജി ഞാൻ ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ പറഞ്ഞ, മനുഷ്യാണാം സഹശ്രേഷു. ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് ഒരുവൻ ആദ്യം സിദ്ധനാകണം. ആരാണ് സിദ്ധർ? സിദ്ധർ എന്നാൽ പരിപൂർണർ. ആരാണോ മായയെ അതിജീവിച്ചത്, ആരാണോ തെറ്റ് ചെയ്യാത്തത്, ആരാണോ മറ്റുള്ളവരെ കബളിപ്പിക്കാത്തത്, അവരാണ് പരിപൂർണർ അല്ലേ. അപ്പോൾ ഈ പരിപൂർണർ എന്നുള്ളതിൻ്റെ ഇത് എന്താണ് ആ ഡെഫിനേഷൻ മനസ്സിലായല്ലേ. ആരാണോ മറ്റുള്ളവരെ പറ്റിക്കാത്തത്, ആരാണോ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാത്തത്, ആരാണോ മറ്റുള്ളവരെ നോവിക്കാത്തത് അല്ലേ, ആരാണോ തെറ്റ് ചെയ്യാത്തത്, അവരൊക്കെയാണ് പരിപൂർണൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയും? വേദപഠനങ്ങളിലൂടെ. വേദേഷു സർവേര അഹമേവ വേദ്യ. വേദങ്ങൾ പഠിച്ചതിന് ശേഷവും നമുക്ക് കൃഷ്ണനെ മനസ്സിലായില്ലെങ്കിലോ അത് വെറും ഉപയോഗശൂന്യമാണ് അല്ലേ. അവിടെ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ശ്രമ ഏവഹി കേവലം. അപ്പോൾ ഈ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് വേദാന്തം എന്ന് പറഞ്ഞാൽ?
വേദത്തിൻ്റെ അന്ത്യം ഭഗവാനാണ് അല്ലേ? ഭഗവാനെ അറിയാണ്. വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്തറിയാൻ പറ്റും? നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും. അപ്പോൾ വേദാന്തം അല്ലെങ്കിൽ വേദം പഠിച്ചിട്ട് ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ എന്തുപയോഗമാണ് അതല്ലേ? വേദം പഠിച്ചതിന് ശേഷം ഇപ്പോൾ ചില ഈ ഭാഗവത സപ്താഹമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഭാഗവത, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു പ്രാവശ്യം അല്ലേ, ഭാഗവത സപ്താഹമൊക്കെ കഴിഞ്ഞ് എത്ര ദിവസമാണ് ഭാഗവത സപ്താഹം? 7 ദിവസം അല്ലേ? അതെന്തുകൊണ്ടാണ്? യെസ്, പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം കൊണ്ടാണ് ആര് പറഞ്ഞു കൊടുത്തത്? ശുകദേവ ഗോസ്വാമി ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുത്തത് അല്ലേ? അതിനുശേഷമാണ് ഈ ഭാഗവത സപ്താഹം വരുന്നത്. ഈ ഭാഗവത സപ്താഹത്തിൽ ആചാര്യന്മാർ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും നാമം ജപിക്കണം അല്ലേ? എന്നിട്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു, സ്വാമി ഏത് നാമമാണ് ജപിക്കേണ്ടത്? അദ്ദേഹം ഇങ്ങനെ 4 വാക്കിൽ നോക്കി. അവിടെ കമ്മിറ്റിക്കാരൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെയാണ് എനിക്ക് 50,000 രൂപ വരുന്നത്. ഇപ്പുറത്തോട്ട് നോക്കി അവിടെ നിൽപ്പുണ്ട് കുറേ ആൾക്കാർ. ഈ അമ്പലത്തിൻ്റെ ഭാഗ്യങ്ങളാണ് അല്ലേ? എല്ലാവരെയും സന്തോഷിപ്പിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും ജപിച്ചോളാം. നിങ്ങൾ ഏത് നാമം വേണമെങ്കിലും ജപിച്ചോളാം. ഒരാൾ അങ്ങനെ പറയണ്ട. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിടാത്തതുകൊണ്ടാണോ? അല്ല, പേടിച്ചിട്ടാണ്. കാര്യം എന്താണ്? അങ്ങേരുടെ അന്നമാണ് അല്ലേ? എല്ലാ വർഷവും ഇവിടെ ഭാഗവത സപ്താഹം ചെയ്യുമ്പോൾ 50,000 രൂപ കിട്ടും. അതാണ് ആ വർഷത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് വരുമാനം അല്ലേ? ആ കുടുംബം ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല, നാളെ ഇന്ന് TV യിൽ വരുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർ അങ്ങനെയാണ് പറയുക അല്ലേ? കാരണം അവർക്ക് ഭഗവാനെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതല്ല താല്പര്യം. അവർക്ക് ബിസിനസ്സാണ്. അവർക്ക് അതിൻ്റെ പുറകിലൊക്കെ എന്തൊക്കെയോ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരത് വിട്ട് പറയാത്തത്. അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അറിഞ്ഞുകൂടാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ നമ്മളെ വഴിതെറ്റി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് ഇത് ഭഗവത്ഗീത അമൃതമാണെങ്കിൽ പോലും അത് കേൾക്കാൻ പാടില്ലെന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയും വേദപഠനങ്ങളിലൂടെ. വേദേഷു സർവേ അഹമേവ വേദ്യ. വേദങ്ങൾ പഠിച്ചതിന് ശേഷവും നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കിയില്ലെങ്കിലോ അത് വെറും ഉപയോഗശൂന്യമാണ്. ശ്രമ ഏവ ഹി കേവലം. വെറുതെ സമയങ്ങളൊന്നും നടക്കും. 84 ലക്ഷം വിവിധ ഗണങ്ങളിൽ 4 ലക്ഷം മനുഷ്യഗണങ്ങളാണ് ഉള്ളത്. എത്രയോ പുണ്യം ചെയ്താലേ ഒരു മനുഷ്യജന്മം കിട്ടും. അതിലും എത്രയോ പുണ്യം ചെയ്താലേ ഭാരതഭൂമിയിൽ പിറക്കാനാവും. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാരതഭൂമി ഇതേ ഹൈല മനുഷ്യജന്മയാരാ അല്ലേ? നമ്മൾ ഈ ഇന്ത്യ വിട്ടിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മഹിമ അറിയാൻ പറ്റും. ഞാനൊരു ദിവസം ഒരു ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു പ്രാവശ്യം ഇറാനിൽ പോയി. എൻ്റെ സ്വന്തം കാര്യം പറയാം. ഇറാൻ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. മതി കേട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ചുപേരെ കേട്ടിട്ടില്ല അല്ലേ? അപ്പം ഞാൻ കഥ പറയാം. ഈ ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ചിട്ടാണ് അത് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കുറേ കേൾക്കുന്നുണ്ടോ? ഇതിങ്ങനെ ആടുന്ന, അതെനിക്ക് സംശയം വരുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ താങ്ക് യു. ഇത് മുങ്ങിപ്പോയിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ദോഹയിൽ, അവിടുന്ന് ഞാൻ ഇറാനിലോട്ട് പോയി. ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൺട്രിയാണ്. അവിടെ ഒരു ക്രിസ്ത്യാനിയോ അവിടെ ഒരു ഹിന്ദുവിനെയോ വെച്ച് പ്രവർത്തിക്കില്ല അല്ലേ? അവർക്ക് അവിടെ സ്ഥാനമില്ല, കംപ്ലീറ്റ് മുസ്ലിം. അങ്ങനെ ഒരു രാജ്യത്താണ് ഞാൻ പഠിപ്പിക്കാൻ പോയത്. ഒരാഴ്ച ഇങ്ങനെ എല്ലായിടത്തും കറങ്ങുന്നതിൻ്റെ കൂടുതൽ ഒരു ദിവസം പോയതാണ് ഇറാനിൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ വളരെ സീനിയറായിട്ട് ബ്രിട്ടീഷ് സർവീസിലെ മാനേജറാണ്. അവർ എന്നെ കണ്ടപ്പോൾ ഈ കണ്ടിമാല കണ്ടു. ഞാൻ എത്ര ഒളിപ്പിച്ചിട്ടാലും ഈ കണ്ടിമാല ഉള്ളിലോട്ട് വരും. അതങ്ങനെ അവരെങ്ങനെയോ അത് കണ്ടുപിടിച്ചു. ഉറിയുന്നിട്ടാണ് നമുക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ. കണ്ടിമാല നമ്മൾ മാറുന്നില്ലല്ലോ, അതൊക്കെ കിടക്കുന്നത്. ഈ കണ്ടിമാല കണ്ടിട്ട് അവർ ചോദിച്ചു, അവർ ചോദിച്ചു പറഞ്ഞു യെസ്. നമുക്ക് കഥയൊക്കെ മനസ്സിലായി, എന്നാലും എന്നെ ഒന്ന് കുറിച്ച് നോക്കണം എന്തോ ആണെന്ന് അറിയാനായിട്ട് ഉള്ളിൽ. അപ്പോൾ പറഞ്ഞു, വുഡ് യു ലൈക്ക് ടു ഹാവ് സം അസോസിയേഷൻ? ഞാൻ പറഞ്ഞു യെസ് ഷുവർ. അങ്ങനെ ദെൻ ഐ വിൽ കം ഓൺ സൺഡേ. സൺഡേ നമുക്ക് അവധിയാണ്. അല്ല, സൺഡേ അവധിയല്ല, അന്ന് ക്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ രാവിലെ 3:30 ഹോട്ടലിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോട്ടലിലേക്ക് അവർ വരികയാണ്. അവരൊരു കാറിലാണ് വന്നത്, ഒരു സ്ത്രീയാണ്. അവർ വന്നിട്ട് എന്നെ ആ കാറിൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് അവർ ആ കാർ അവിടെ ഇട്ടിട്ട് അവർ വേറൊരു ഓട്ടോറിക്ഷ പിടിച്ചു.
ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അവർ പിന്നെ ഒരു 5-6 കിലോമീറ്റർ പോയി. അവിടുന്ന് പിന്നെ അത് വിട്ടിട്ട് വേറൊരു ഓട്ടോറിക്ഷ പോയി. അല്ലേ, ഈ കൊള്ളസംഘത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇടന്നെ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചത് എൻ്റെ സെൻഡ് ഓഫ് മൈൻഡ് ആയി തീർന്നു. ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഞാനിങ്ങനെ മനസ്സിൽ കൂട്ടുക, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അന്യരാജ്യത്ത് ആരും ഒന്നും അറിയത്തില്ല, അല്ലേ? അങ്ങനെ ഇത് അവസാനം ഇതൊരു വലിയൊരു എന്താണ്, ഈ നമ്മളെ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയൊരു ഭീമൻ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഈ ഓട്ടോറിക്ഷ നിൽക്കുകയാണ്. 4ാമത്തെ ഓട്ടോറിക്ഷയിലാണ് കയറുക. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു മറ്റുള്ള ഓട്ടോറിക്കുന്ന അവിടെ പോകുന്ന ലൈസൻസ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവരെന്തൊക്കെ അവരുടെ ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിലൊക്കെ പറയുന്നുണ്ട്, അവർ സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യും. കുറ്റാക്കുറ്റിട്ടാണ്, ഒരു വെട്ടമില്ല അവിടെ. നല്ല 4 മണിയെങ്കിലും അവിടെ രാവിലെ. അത് കഴിഞ്ഞിട്ട് അവർ ഈ കൊള്ളസംഘത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടെ ഏതോ ഒരു നമ്പർ നോക്കി. നമ്പർ ഇങ്ങനെ കുറേ നമ്പർ നോക്കിയപ്പോൾ അവിടെ ഡോർ തുറന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും കൊള്ളക്കാരാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറൊക്കെ തുറന്നത്. അപ്പോൾ കുറ്റാക്കുറ്റിയുള്ളൂ. ഈ ഡോർ തുറന്നപ്പോൾ അതിന് ലൈറ്റ് ഉണ്ട്, പക്ഷേ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയപ്പോൾ വീണ്ടും ഒരു വലിയ ഡോർ, ഒരു ഇരുമ്പുള്ളൊരു ഡോർ. അതിൽ ഈ സ്ത്രീ എന്തോ നമ്പർ ചെക്ക്, നമ്പർ പ്രസ് ചെയ്തപ്പോൾ അത് തുറന്നു. അത് തുറന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഡോറാണ്. ആ കൊച്ചു ഡോർ അവർ തുറന്നപ്പോൾ എൻ്റെ കണ്ണെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു 10-50 പേര് അതിനകത്തുണ്ടായിരുന്നു. 50 പേര് എല്ലാം ഈ വൈഷ്ണവ ഡ്രസ്സിലാണ്. ഒരു മുസ്ലിം രാജ്യത്ത് ഞാൻ അന്തം വിട്ടു. ഇപ്പോഴും ഞാനത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുകയാണ്. റിയൽ ഫാക്ട്, ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഞാൻ ആ ഡോർ തുറന്നപ്പോൾ ആ കുറ്റാക്കുറ്റിയിട്ടില്ല ഒരൊറ്റ മനുഷ്യനെ ഞാൻ വഴി കണ്ടില്ല. ഇവരൊക്കെ ഇത് ഏത് വഴി വന്നതെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ നേരത്തെ വന്ന് അതിനകത്ത് കയറി പിടിക്കണം, അല്ലേ? സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്രയും സ്ട്രിക്റ്റ് ആണ്. വെളിയിൽ അവർ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അപ്പം വെടിവെച്ച് കൊടുക്കും. ഷൂട്ട് അറ്റ് സൈറ്റാണ്. അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ് ഭരിക്കുന്ന ഒരു കാലത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. കംപ്ലീറ്റ് മുസ്ലിം രാജ്യമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമല്ല, വാസ്തവം പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 50 പേരും എന്നെ നമസ്കരിച്ചു. ഞാനാണെങ്കിലോ വൈഷ്ണവ ഡ്രസ്സിലല്ല, കോട്ടും സൂട്ടും ഇട്ടാണ് പോകണം. കാരണം എനിക്ക് നേരെ അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിൽ കയറാനുള്ള ആ ഡ്രസ്സിലാണ് ഞാൻ പോകുന്നത്. എന്നെ കണ്ടാൽ പോലും ആർക്കും നമസ്കരിക്കാൻ തോന്നുന്നില്ല, അല്ലേ? പക്ഷെ അവരെല്ലാവരും ഈ 50 എണ്ണം ധാന്ന് പറഞ്ഞ പോലെ വടി വീണതുപോലെ നമസ്കരിച്ചു. ഞാൻ അന്തമിട്ട് പോയി. ഈവൻ നോട്ട് ഇനിഷ്യേറ്റഡ്. ഞാനപ്പോൾ ഇനിഷ്യേറ്റഡ് പോലും അല്ല. ആ സമയത്താണ് എന്നെ ആരും അങ്ങനെ നമസ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പേര് നമസ്കരിച്ചപ്പോൾ ഞാൻ അവന് അന്തമിട്ട് കോരി തിരിച്ചു പോയി. അവസാനം അപ്പോൾ ഞാൻ ചോദിച്ചു, വൈ ആർ യു പേയിങ് ഒബീസൻസസ് ടു മീ? നത്തിങ്. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരവെന്ന് പറയുന്നത്, യു ആർ ഫ്രം ഇന്ത്യ. അവർക്ക് ഇന്ത്യക്കാരനെ കാണുന്നത് ഈശ്വരനെ കാണുന്നതിന് തുല്യമായിട്ടാണ്. നോക്കൂ, ഞാനങ്ങ് എന്തോ പോലെ ആയത് ഉരുകി പോയി. ഞാനത് തിരിച്ച് ദോഹയിൽ വന്നിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് ഇതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞില്ലേ, അത് ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുത്തു. എല്ലാവരും കോരിത്തരിച്ചിരുന്നു പോയി, ആ ദോഹയിലുള്ളവരെല്ലാവരും. അതാണ് ഇന്ത്യ. എന്നിട്ടോ ഞാൻ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഫോർ വെജിറ്റേറിയനിസം എന്നാണ് ആ ഹോട്ടലിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹരകൃഷ്ണ എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് ഹരകൃഷ്ണയുടെ ആസ്ഥാനമാണ്, അല്ലേ? അത് പോകുന്നവർക്ക് ആർക്കും മനസ്സിലാവില്ല. അത് കാര്യം മുസ്ലിങ്ങളാണ്. അവർക്ക് വെജിറ്റേറിയൻ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു അല്പസാത്വികം ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുള്ളൂ, അല്ലേ? അങ്ങനെയുള്ളവരാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോവുക. ഈ ഹോട്ടലിലേക്ക് 3 പ്രാവശ്യം വരുമ്പോഴത്തേന് ഇതിൻ്റെ ഓണർ പതുക്കെ പോയിട്ട് വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം, വേർ ആർ യു സ്റ്റേയിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അവസാനം അവർ എങ്ങനെയെങ്കിലും ഹരകൃഷ്ണ അടിച്ചേക്കും. അതാണ് ദാറ്റ് ഈസ് ഹൗ ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ്. അവരങ്ങനെയാണ് അത് പ്രചരിപ്പിക്കുന്നത്. നോക്കൂ എന്ത് പ്രയാസപ്പെട്ടിട്ടാണെന്ന്, അല്ലേ? നമ്മൾ അവരെയൊക്കെ 100 പ്രാവശ്യം നമസ്കരിക്കുന്നു. അവരത്രയും വിഷമിച്ചിട്ടാണ് ഹരികൃഷ്ണ പ്രഭു അവിടെ ഹരികൃഷ്ണ മൂവ്മെൻ്റ് അവിടെ കൊണ്ടുപോകുന്നത്. ഞാൻ ഈ പോയ അമ്പലം അല്ല, ഈ സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ആളാണ്. ഭയങ്കര ഡിഗ്രി ഉള്ള ആളാണ്. ബട്ട് ഹീസ് നോട്ട് എ ക്രിമിനൽ. ഗവൺമെൻറ് കണ്ണിൽ നോട്ട് എ ക്രിമിനലാണ്. അതുകൊണ്ടാണ് ഇത്രയും രഹസ്യം. ഞാൻ ഈ 3 ഓട്ടോറിക്ഷ മാറിയെന്ന് പറഞ്ഞില്ലേ, ആരും നമ്മളെ പിന്തുടരാതിരിക്കാനാണ് പുള്ളിക്കാരനെ അങ്ങനെ ചെയ്തത്. അതൊക്കെ പിന്നീടാണ് എന്നോട് പറഞ്ഞു തരുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ല. ഹരികൃഷ്ണ ആണെന്ന് പോലും ഞാൻ അറിയില്ല. യു വിൽ ബി ഹാവിങ് എ സർപ്രൈസ് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. രാവിലെ 3 മണിക്ക് എൻ്റെ ഹോട്ടലിൽ വന്നിട്ട് കൊണ്ടുപോയതാണ്.
അന്ന് അവർ അവിടെ ക്ലാസ്സിലായിരുന്നു, ക്ലാസ്സെല്ലാം അവരുടെ അറബിയിലായിരുന്നു. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമല്ല, അവർ വേറെ മൃദംഗമൊന്നുമല്ല, അവർ വേറെ എന്തൊക്കെയോ മൃദംഗം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് സൂപ്പറായിട്ട് ഹരകൃഷ്ണൻ. നേരെ ഹരകൃഷ്ണൻ പോലും വരില്ല, വേറെ എന്തൊക്കെയാണ് പറയുന്നവർ. പക്ഷേ ഭഗവാൻ അത് കേൾക്കാനാണ് ഭയങ്കര ഇഷ്ടം. മനസ്സിലായില്ലേ? നമ്മൾ ഹരേ കൃഷ്ണ എന്ന് വളരെ കാര്യമായിട്ട് ഉച്ചരിക്കുന്നത് അതിനേക്കാളും ഭയങ്കരമായിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഇവർ ഏതെങ്കിലും രീതിയിൽ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഏറ്റവും ഡിഫറെൻറ്റ്. ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ സൂപ്പറായിട്ട് ഹരേ കൃഷ്ണ പറയുന്നത്. അവർ അങ്ങ് ലയിച്ച് ഭയങ്കരമായിട്ട് അതിൽ അവിടെ ഇൻവോൾവ് ആയിട്ടാണ് അവർ കീർത്തനമൊക്കെ ചെയ്യുന്നത്. ക്ലാസ്സുകളെല്ലാം അവരുടെ ലാംഗ്വേജ് നേരെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ സിറ്റിംഗ് തരും. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എന്നെ തിരിച്ചവർക്ക് ഉണ്ടാക്കിയത്. അതിൽ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ ആ ആത്മാർത്ഥ ഡെഡിക്കേഷൻ. പിന്നെ അവർ കൂടുതൽ ആൾക്കാരും ഇനിഷ്യേറ്റീവാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കൽക്കട്ടയ്ക്ക് പോകാൻ പറ്റില്ല. അവിടുന്ന് ഒരു ഫ്ലൈറ്റ് കയറി ഡയറക്റ്റ് കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അവരേക്ക് അവർ പേര് വെക്കും, അല്ലെങ്കിൽ അവരെ രാജ്യം പ്രഷറാക്കും. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു രാജ്യമാണത്. അവരെന്താ ചെയ്യുക, വേറെ ഏതോ ഒരു ഐലൻഡിൽ പോയിട്ട് ഐലൻഡിൽ നിന്നാണ് മായപ്പുരയ്ക്ക് പോകും. അവിടെ പോയിട്ടാണ് ഈ സത്സംഗവും അല്ലെങ്കിൽ അവരുടെ ഇനിഷ്യേഷനൊക്കെ നടക്കുന്നത്. അവരുടെ ഇറാനിൽ വെച്ചിട്ട് കൂടി കാര്യം നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഭഗവാൻ, അല്ലെങ്കിൽ എന്താണ് ഹരികൃഷ്ണ മൂവ്മെന്റ്. അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കഥകൾ പറയാനുണ്ട്, പിന്നെ പറയാം. ശരി, അപ്പോൾ ഇനി നമ്മളെവിടെ എത്തി? അതിന് ഒരുവൻ ആദ്യം സിദ്ധനാകണം. അതാണ് ആരാണ് സിദ്ധർ? സിദ്ധർ എന്നാൽ പരിപൂർണ്ണർ. അത് ആരാണോ മായയെ അതിജീവിച്ചത്, ആരാണോ തെറ്റ് ചെയ്യാത്തത്, ആരാണോ മറ്റുള്ളവർ കബളിപ്പിക്കാത്തത്, അവരാണ് പരിപൂർണ്ണർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയും? വേദപഠനങ്ങളിലൂടെ, അല്ലേ? അത് നമ്മൾ കണ്ടു. ഇന്ത്യക്കാരൻ്റെ ബിസിനസ് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് അറിയുകയാണ്. അതോ ബ്രഹ്മ ജിജ്ഞാസ. ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് നാം ഓരോരുത്തരെയും ധർമ്മം, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യാണാം സഹശേഷു കശ്ചിത് ജനതി സിദ്ധയെ. നമ്മളിവിടെ ഇരിക്കുന്നവരെ എല്ലാവരും ജപിക്കുന്നവരാണ്, ആണല്ലോ, അല്ലേ? ജപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവും? പുതുതായിട്ട് വന്നവരല്ലാതെ എല്ലാവരും ജപിക്കുന്നവരാണ്. അപ്പം ജപിക്കുന്നവരെ, അല്ലേ? ജപിച്ച് തുടങ്ങാൻ മതി. അപ്പോൾ ജപിക്കുന്നതിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മളെ ജപിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്, അല്ലേ? ആ സന്തോഷം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് അറിഞ്ഞൂടാതെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ദാഹിച്ച് നടക്കുന്നവരുണ്ട്. ഇതെന്താ ചെയ്യുക, ഇതെങ്ങനെ ചെയ്യുന്ന അറിഞ്ഞൂടാതെ നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ സന്തോഷം കുറയോ? ഇല്ല, കൂടത്തേ ഉള്ളൂ, അധികരിക്കത്തേ ഉള്ളൂ. ഭഗവാൻ അത്രയും സന്തോഷമാവണം, അല്ലേ? എൻ്റെ ഒരു കുഞ്ഞിനെ കൂടെ ഈ ആൾ വഴിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭക്തന് വഴി രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് കൂടുതൽ സന്തോഷം തോന്നിച്ചുള്ളൂ, കൂടുതൽ ഇഷ്ടം തോന്നിച്ചുള്ളൂ, അല്ലേ? ഭഗവാൻ നമ്മളെ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് പിടിക്കും, അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടത്. സോ തീർച്ചയായിട്ടും എന്തായാലും നമുക്കത് ബെനിഫിറ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യാണാം സഹശേഷു കശ്ചിത് യദതി സിദ്ധയേ ശരദം കീർത്തയന്തോ മാം, അല്ലെ? യഥനിശ്ചിത ദൃഢവ്രത. മഹാന്മാരായിട്ടുള്ളവർ, ശുദ്ധാത്മാക്കൾ, അവർ സദാ ഭഗവത് നാമം കീർത്തിച്ചുകൊണ്ടേയിരിക്കും. സതതം എന്ന് വെച്ചാൽ എപ്പോഴും. ആരാണ് മഹാത്മാക്കൾ? മഹാത് മനസ്തു മാം പാർത്ത ദൈവം പ്രകൃതി ആശ്രിത. മഹാത്മാക്കൾ ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ അധീനതയിലല്ല, അവർ സദാ ആത്മീയ ശക്തിയുടെ സംരക്ഷണയിലായിരിക്കും, അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ ഭൗതിക പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്, അല്ലേ? പക്ഷേ മഹാത്മാക്കളാണെങ്കിലോ അവരെല്ലാവരും എപ്പോഴും ആത്മീയ ശക്തിയുടെ സംരക്ഷണയിലായിരിക്കും. അവർക്ക് തിരിഞ്ഞും പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ദൈവം പ്രകൃതി ആശ്രിത. മഹാത്മാക്കൾ എപ്പോഴും ഭഗവത് സേവയിൽ മുഴുകിയിരിക്കും. ഭജന്തി ഭാം അനന്യ മനസ്സു. എന്താ ഈ അനന്യ മനസ്സെന്ന് പറഞ്ഞാൽ? നമ്മൾ ജപിക്കാനായിട്ട് ഈ മാല കയ്യിലെടുക്കുമ്പോൾ എന്താണ് ആദ്യത്തെ ചിന്ത വരുന്നത്? പിന്നെ വല്ലപ്പോഴേ വരുമോ? ഈ ജപിക്കാനായിട്ട് മാല എടുക്കുമ്പോൾ മാലാജിമാരാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇനി എന്ത് വയ്ക്കുന്നതാണ്, എന്തൊക്കെ മലക്കറി അവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ, അല്ലേ? ഇന്നലെ കിച്ചടി വെച്ചോണ്ട് ഇന്നിപ്പോൾ കിച്ചടി വെച്ചില്ല, തോരൻ പോലെ നിൽക്കാം. ഇങ്ങനെ മാറി മാറി വരും, അല്ലേ? എപ്പോഴാണ്? അതുപോലെ വരില്ല. ഈ മാല കയ്യിലെടുത്ത് ജപിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ചിന്തകളൊക്കെ ഇങ്ങനെ ഓടി ഓടി വരുന്നത്. അത് ഈ ഫിലിം കാണുന്നത് പോലെയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ? മഹാത്മാക്കൾ അങ്ങനെയല്ല, അവർക്ക് അന്യചിന്ത ഇല്ല, അനന്യചിന്ത. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അനന്യ മനസ്സോ? അതായത്
മഹാത്മാക്കൾ എപ്പോഴും ഭഗവത് സേവയിൽ മുഴുകിയിരിക്കും. ഭജന്തി മാം അനന്യ മനസ്സോ, യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ. അപ്പോൾ നാം സദാ കൃഷ്ണസേവയിൽ മുഴുകിയിരുന്നാൽ, നാം അത് പരിശീലിച്ചാൽ മരണസമയത്തും നമുക്ക് ഭഗവാന്റെ കൃഷ്ണനെ സ്മരിക്കാൻ പറ്റും. അല്ലേ? നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഫോൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ സുഖം തന്നെ അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഇത് കൈമാറിക്കൊണ്ടിരിക്കുക. ഇത് നിർത്തിയിട്ടില്ല, ഇത് സ്റ്റോപ്പ് ചെയ്തില്ല, ഇത് മറന്നുപോയി, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിന്നെ അത് നീ പിന്നെ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെന്ത്? അല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവർക്ക് അവള് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടോ? ഇപ്പൊ എന്തോ ഓപ്പറേഷൻ വേണമെന്നല്ലേ പറഞ്ഞ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അല്ലേ? യാന്ത്രികമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ആന്തരികമായിട്ട് ഇങ്ങനെ കൈ പൊക്കോണ്ടിരിക്കും. അല്ലേ? എങ്ങനെയെങ്കിലും ഈ 16 തീർക്കട്ടെ. അല്ലേ? അതിങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാലേ തീർത്തുള്ളൂ. വല്ല ഉപയോഗമാണ് ഇല്ല. നമ്മൾ 3 കാര്യമാണ് ആകപ്പാടെ പറയുന്നത്. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അവിടെ എന്താണ്? സ്മരണം ഉണ്ടെന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. കാര്യം ഇതൊക്കെ സ്മരണമാണ്. അല്ലേ? പക്ഷേ അവിടെ പ്രത്യേകം അടിവരായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭഗവാനെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. നന്നായിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മക്കളെയൊക്കെ. അല്ലേ? എന്താണ്? വിഷ്ണു സ്മരണം. അല്ലേ? വേറെ നിങ്ങൾ സ്മരിച്ച പോലെ പിന്നെ അല്ലേ? വേറെ നിങ്ങൾ സ്മരിച്ച പോലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിഷ്ണുവിന് സ്മരണം തന്നെ വേണം. അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അനന്യ മനസ്സോ, യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ. അപ്പോൾ നാം സദാ കൃഷ്ണസേവയിൽ മുഴുകിയിരുന്നാൽ, നാം അത് പരിശീലിച്ചാൽ മരണസമയത്ത് നമുക്ക് ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കാൻ കഴിയും. ചില ആൾക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അത് മരിക്കുമ്പോഴല്ലേ, എനിക്കിപ്പോൾ 25 വയസ്സായുള്ളൂ, ഇനി 75 കൊല്ലം കഴിഞ്ഞേ മരിക്കുള്ളൂ, അപ്പം നോക്കിക്കൊള്ളാന്ന് പറയും. അല്ലേ? നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഭഗവാൻ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? ഭഗവാനെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ വിചാരിക്കുക? ഞാൻ മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഞാൻ ഓർത്തോളാം, ഞാൻ ഭയങ്കര ബുദ്ധിയാണ്, ഒരു 1.5 പുള്ളിയാണ്, അല്ലേ, എന്നൊക്കെ നമ്മൾ സ്വയം അഹങ്കരിക്കും. ആ സമയത്ത് നമുക്ക് വാ തുറക്കാൻ പോലും പറ്റത്തില്ല. അല്ലേ? അല്ലെങ്കിൽ തന്നെ മരണസമയത്ത് നമ്മളെന്താ വിചാരിക്കുക? ഇതൊക്കെ ഇപ്പം മരുന്ന് കഴിച്ചാൽ മാറും, ഞാൻ ജീവിച്ചിരിക്കും എന്നാ വിചാരിക്കുക. നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തേയില്ല. അല്ലേ? നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ട്? ഇവിടെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയും, നമ്മൾ 3 പ്രാവശ്യം ഹരികൃഷ്ണൻ പറയാം കേട്ടോ, ഒരാൾ പോയി എന്നൊക്കെ പറയും. അല്ലേ? അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ പോയത്. ഒരു ഗ്യാരണ്ടി ഇല്ല. അതെ അതെ, മറഞ്ഞിന്ന് വരില്ല. ഇത് കേൾക്കാനാണ് എന്നെ കൊണ്ടുവന്നത്. ആരാണോ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാം. യദ്ഗത്വനാം നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആരാണോ ഭഗവത് ധാമത്തിൽ എത്തുന്നത് അവർക്ക് ഈ മർത്യലോകത്തിലേക്ക് മടക്കമില്ല. ആ മർത്യലോകത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 1 വേ ടിക്കറ്റ് എടുക്കണം. ആ 1 വേ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി എന്താണ്? ക്വാളിഫിക്കേഷൻ എന്താണ്? എന്താ? കേട്ടില്ല? ഹരികൃഷ്ണ മഹാമന്ത്രം പറയാം. എങ്ങനെ പറയാം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അല്ലേ? ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മറിഞ്ഞു കേട്ടില്ല, മനസ്സിലായല്ലോ അല്ലേ? ആദ്യമായിട്ട് വന്നവർ എന്താ ജപിക്കാറുണ്ടോ? വെരി ഗുഡ്. 20 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ ഹരിബോൾ. ഞങ്ങൾക്കും കൂടെ അനുഗ്രഹം തരണേ മതി. 20 പ്രാവശ്യം ജപിക്കാൻ. ഹരേ കൃഷ്ണ. അപ്പൊ ആരാണോ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാം. യദ്ഗത്വനാം നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആരാണോ ഭഗവത് ധാമത്തിൽ എത്തുന്നത് അവർക്ക് ഈ മർത്യലോകത്തിലേക്ക് തിരിച്ചു മടക്കമില്ല. അതുകൊണ്ട് ഈ കൃഷ്ണാബോധമാണ് ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനം. ആർക്കാണോ അത്രയും സൗഭാഗ്യമുള്ളത് അവർ നന്നായി സ്വീകരിക്കും. നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നത് ഒരു ഭഗവത്ഗീത. യെസ്, കറക്റ്റ്. നമ്മളത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ മുഖം ചുളിക്കും. ഒരു പ്രസൻറ്റുമായിട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ 10-200 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് എന്നാണ് അവർ വിചാരിക്കുക. നമ്മൾ 400 രൂപ കൊടുത്തു, അല്ലേ, കൊണ്ടുവരുന്നുണ്ടല്ലേ. പക്ഷേ ഈ ഒരു ബുക്കായിരിക്കും അവരെ എന്നെങ്കിലും രക്ഷിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് മക്കളുടെ മക്കളൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭഗവത്ഗീത ആസിറ്റീസ് അവിടെ തന്നെ വെച്ചിരിക്കും. ആസിറ്റീസ് ആയിട്ട്, അല്ലേ, ആ പ്ലാസ്റ്റിക് പോലും പൊട്ടിച്ചിട്ടില്ല, ആസിറ്റീസ് ആയിട്ട് വെച്ചിരിക്കുക. ആ ആസിറ്റീസ് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആവണമെന്ന് മനസ്സിലാവുന്നത്, അല്ലേ. ആ സമയം അത്രയും സമയം അതവിടെ ആസിറ്റീസ് ആയിട്ട് തന്നെ ഇരിക്കും, അല്ലേ. പക്ഷേ
അതാണ് അവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, ആരെയൊക്കെ താരേക്കാക്കോ കൃഷ്ണ ഉപദേശം എന്ന് പറയുന്നത് പോലെ നമുക്ക് ആരെയെല്ലാം കാണാൻ പറ്റുമോ, ആരെയൊക്കെയാണോ നമ്മൾ എല്ലാ ദിവസവും കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ പോകുന്നത്, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭഗവത്ഗീത കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കും. നമുക്ക് നോക്കത്താ ദൂരത്ത് ആരെയെല്ലാം കാണാൻ പറ്റുമോ അവർ എന്ന് വെച്ചാൽ നമ്മൾ ബന്ധുക്കളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, അല്ലെ, നമ്മൾ എവിടെയെല്ലാം ആരെയെല്ലാം നമ്മൾ കാണുന്നുണ്ടോ, ഇടപെടുന്നുണ്ടോ, അവരുടെയൊക്കെ വീട്ടിൽ നമ്മളൊരു ഭഗവത്ഗീത ഏത് വഴിക്കെങ്കിലും കൊണ്ടുപോകും. അല്ലേ, ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നൂലുകെട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കല്യാണമായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷൻ ആ വീട്ടിൽ വരികയാണെങ്കിൽ ആ വീട്ടിൽ നമ്മുടെ ഒരു പ്രസൻ്റായിട്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കത്തക്ക രീതിയിൽ ഒരു ഭഗവത്ഗീത നമ്മൾ ഭഗവാനെയാണ് ശരിക്കും അവിടെ കൊണ്ടുപോകുന്നത്. അല്ലേ, അവർ നോക്കുന്നത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും അവരത് നോക്കും. അല്ലേ, അതാണ് നമ്മുടെ പ്രഭുപാദൻ പറയുന്നത്, യു ഷുഡ് ട്രൈ ടു ഗീവ് 1 book to each of your house എന്നാണ് പറയുന്നത്. എന്താണ് അല്ലേ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ആ പാക്കറ്റ് വേണം നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഈ കൃഷ്ണാബോധമാണ് ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനം. ആർക്കാണോ അത്രയും സൗഭാഗ്യമുള്ളത് അവരത് നന്നായി ചെയ്യും. ഇത്രയും വിലപ്പെട്ടതും കിട്ടാനായി വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഈ കൃഷ്ണാബോധമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം അതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്കതിന് ഒരു വിലയില്ല. നേരെ മറിച്ച് ഗിരിരാജ് പ്രഭു 1 ലക്ഷം രൂപ വേണം ഇതിന് മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, എല്ലാവരും 1 ലക്ഷം രൂപയും കൊണ്ട് ഇവിടെ ക്യൂ നിന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ ഉണ്ട്, അല്ലേ എന്നും പറഞ്ഞാൽ 1 ലക്ഷം രൂപ എവിടുന്നെങ്കിലും മേടിച്ച് ഈ ഗിരിരാജ് പ്രഭുവിനോട് കൊടുത്താണ്. പ്രഭു കേട്ട് അല്ലേ, എങ്കിൽ നമുക്ക് ആ വില ഉണ്ടാവും. നമ്മൾ വി ആർ നോട്ട് സെല്ലിങ് എനിത്തിങ് ഹിയർ, വി ആർ സെല്ലിങ് ഡയമണ്ട്സ്. ആ ഡയമണ്ടാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട്. അല്ലേ, അത് ഫ്രീ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് വിലയില്ലാത്തത്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നല്ല വിലയുണ്ട്. അല്ലേ, പല പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വരണോ, നിങ്ങൾക്ക് അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം, 25,000 രൂപ വേണം എടുക്കുന്നു. അല്ലേ, നമ്മൾ എവിടെ നിന്നെങ്കിലും കൊണ്ട് ആ 25,000 കൊടുത്ത് അത് കഴിഞ്ഞ പിന്നെ എല്ലാ ആഴ്ചയും വരും. കാര്യം എന്താണ്? 25,000 കൊടുത്തതാണ്, അത് മുതലാക്കണ്ടേ, അതുകൊണ്ട് എല്ലാ ആഴ്ചയും വരും. അല്ലേ, അപ്പോൾ അതിനൊരു വില ഉണ്ടാവും. പ്രഭുവിനെ കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് ഈ കൃഷ്ണാബോധമാണ് ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനം. ആർക്കാണോ അത്രയും സൗഭാഗ്യമുള്ളത് അവരത് നന്നായി സ്വീകരിക്കും. ഇത്രയും വിലപ്പെട്ടതും കിട്ടാനായി വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഈ കൃഷ്ണാബോധമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. തീർത്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചിട്ട് നമുക്ക് ആ കൃഷ്ണാബോധത്തിൽ പരിപൂർണത നേടാവുന്നതാണ്. അല്ലോ, പ്രഭുപാദൻ എന്താ പറഞ്ഞത്? യു ജസ്റ്റ് സ്റ്റാൻഡ് 16 rounds, follow the 4 regulative principles and be in the ISKCON, never leave ISKCON. എന്നിട്ട് എൻ്റെ മുന്നിൻ്റെ അറ്റത്ത് പിടിച്ചോളൂ, ഞാൻ നിങ്ങളെ ഓരോ വൃന്ദാവനത്തിൽ എത്തിക്കാമെന്ന്. അത് സത്യമാണ്, വാസ്തവമാണ്. കാര്യം നമ്മൾ പല ആചാര്യന്മാരും അവരുടെ ശരീരം വിട്ടപ്പോഴൊക്കെ അവർ പറയുന്നുണ്ട്, അവർ ബോധമില്ലാതെ ഈ പരാലിസായിട്ട് കിടക്കണം, അല്ലേ, അവബോധാവസ്ഥയിൽ കിടക്കണം. കഴിഞ്ഞ 14 ദിവസമായിട്ട് അവർ അങ്ങനെ കിടക്കുക. പെട്ടെന്ന് അവർ ചാടി സി പ്രഭുപാദ് കം, എന്നെ കൊണ്ടുപോകാനായിട്ട് പ്രഭുപാദേ അവിടെ നിൽക്കണം. കണ്ടോ, അവർ ആ നിമിഷത്തിൽ ആ ലാസ്റ്റ് എഴുതാൻ പറ്റാത്ത ആളാ, പാരലൈസ് ആയിട്ട് കിടക്കുന്ന ആളാ. അവരെങ്ങനെ അയച്ചിരുന്നു അവർക്ക് പോലും അറിയത്തില്ല, സയൻസിന് പോലും അറിയത്തില്ല. അല്ലേ, ഡോക്ടർമാരെ ആരംഭിച്ച് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു. അവർ പെട്ടെന്ന് ചാടി എണ്ണിട്ടിട്ട് പ്രഭുപാദേ വന്നു എന്ന് പറഞ്ഞിട്ട് ബും താടങ്ങി, അതോടെ പോയി പ്രഭുപാദ്. അതാണ് അതുകൊണ്ട് നമുക്കതിന് തെളിവുണ്ട്. പ്രഭുപാദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മച്ചത്തായിട്ട് നടത്തിയിരിക്കും. നമ്മളെല്ലാവരും കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഗുരു തീർച്ചയായിട്ടും വരും. നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അല്ലേ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണാബോധത്തിൽ പരിപൂർണത നേടാവുന്നതാണ്. അപ്പോൾ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത. എന്തെങ്കിലും 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്യുട്ടാണ്, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അല്ലേ, നമ്മൾ ഇനി ഇതിൻ്റെ പുറകെ പോയി റിസർച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വാസ്തവമാണോ, ഇത് ശരിയാണോ, ഇത് ശരിക്കുള്ളതാണോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലേ അത് ശരിക്കും നമുക്ക് ഗൗരവ വൃന്ദാവനത്തിൽ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് വേണ്ട. കാര്യം എന്താണ്? ഒരുപാട് ആചാര്യന്മാർ അവർ റിസർച്ച് എല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി റിസർച്ചൊക്കെ ചെയ്ത് അവർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കണം. ആ വഴിയെ നമ്മൾ മര്യാദയ്ക്ക് പോയാൽ മതി. അല്ലേ, നമ്മൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു മാനുവൽ കിട്ടത്തില്ലേ? അല്ലേ, ആ മാനുവലാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ നമുക്ക് എത്താൻ പറ്റും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം.
മഹാരാജാവ് വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അർത്ഥം മഹാരാജാവിൻ്റെ പറഞ്ഞ അർത്ഥം രാജ്യം ഭരിക്കുന്ന രാജാവെന്ന് പറയുന്നത് പ്രഭു ഉദ്ദേശിച്ച സന്യാസിമാരെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണ് എന്ന് പറയുന്നത്? മഹാരാജാവ് രാജാവെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു രാജ്യം ഭരിക്കുന്ന സ്ഥലം അല്ലേ? ഒരു രാജ്യം ഭരിക്കുന്ന ആളാണ് രാജാവ്. മഹാരാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കുറേ രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരാളാണ് മഹാരാജാവ്. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. കുറേ രാജ്യങ്ങൾ അവരുടെ അണ്ടറിൽ വരുമ്പോൾ അവർ മഹാരാജാവാണ്. പ്രഭു ചോദ്യം അതല്ലേ, വേറെ എന്തുവാ? യെസ്, നമ്മൾ സന്യാസിമാരെയൊക്കെ മഹാരാജനാണ് ഗ്രീറ്റ് ചെയ്യുക. കാര്യം നമ്മൾ അവരെയൊക്കെ നോക്കി സന്യാസി എന്ന് വിളിക്കില്ല. പിന്നെ എന്താ വിളിക്കുക? നമ്മൾ മഹാരാജ് എന്ന സംബോധിച്ച് മനസ്സിലാക്കുക. അത് വളരെ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത്. അത് സന്യാസം എടുത്തവർ മാത്രമാണ് നമ്മൾ മഹാരാജെന്ന് പറയുക. അല്ലാത്തവർ നമ്മൾ ഗൃഹസ്ഥരായിട്ടുള്ളവരെ നമ്മൾ മഹാരാജെന്ന് പറയുക. ക്ലിയർ? അതാണ് ചോദ്യം. ഇതിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വളരെ മഹത്വമുള്ളവർ എന്നാണ്. അതല്ല മഹാരാജ. ഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ്റർലി ഡിഫറെൻറ്റ്. അത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നവനാണ് ഗോസ്വാമി. സ്വാമി എന്ന് പറഞ്ഞാൽ ദ മാസ്റ്റർ. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്താലാണ് നമ്മൾ ഗോസ്വാമി. അതല്ല ചോദ്യം. ചോദ്യം മഹാരാജനാണ്. മഹാരാജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വി ആർ ഗ്രീറ്റിംഗ് ഓൾ ദ സന്യാസീസ് ആസ് മഹാരാജ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? മഹാരാജ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഇല്ല. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും? हरे कृष्णा. श्रीमद् भगवद गीता ग्रंथराज की जय.